നമ്മളിങ്ങനെ മോർണിംഗ് വാക്കിലാണ്. ട്രംപിൻ്റെ പ്രസംഗമൊക്കെ കേട്ടു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങൾ മധുവിന് തീർച്ചയായും പറയാനുണ്ടെന്നറിയാം. ഇപ്പോൾ പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്ന കരാറിൽ ട്രംപ് ഒപ്പുവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മാർക്കോ റൂബിയോയെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. അങ്ങനെ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് സ്മിത, പ്രവിത. ട്രംപിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞു എന്ന് പറയരുത്. ട്രംപ് ഒന്നൊന്നായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഓരോ വേദിയിലെത്തിയും തന്റെ അനുയായികളുമായിട്ട് സംസാരിച്ച് അവരുടെ മുന്നിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഓർഡറൊക്കെ നടത്തി. അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പതിവില്ലാത്ത, അസാധാരണമായ ഒരു ദിനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ ഇവിടെ ചുറ്റിനും മഞ്ഞുണ്ട്, അതിശൈത്യമാണ്, -8 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ ഇതൊന്നും ഈ ട്രംപിന്റെ സത്യപ്രതിജ്ഞയോ അദ്ദേഹത്തിന്റെ ഒരു രീതികളുണ്ട്, ഒരു റാലിയെ അഭിസംബോധന ചെയ്യുന്നതും ഇങ്ങനെ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതും ഒക്കെ വലിയ തോതിൽ ട്രംപ് ആസ്വദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം ആദ്യം കാണാൻ പോയത് തന്നെ തന്റെ അനുയായികളെയാണ്. അവിടെ അദ്ദേഹം നടത്തിയ പ്രസ്താവന പോലും സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുത്ത ആൾക്കാരെക്കാട്ടിലും എത്രയോ സുന്ദരമായ സദസ്സാണ്, എത്രയോ സൗന്ദര്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ തന്നെ ട്രംപും ഈ അനുയായികളും തമ്മിലുള്ള ആ ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ട്രംപ് സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ടെങ്കിലും ട്രംപ് പറയുന്നതെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ദിനമാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ 72ാമത് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് മാർക്കോ റൂബിയോ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഒരു ലാറ്റിനോ വംശജൻ ഈ സ്ഥാനത്തേക്ക് വരുന്നത്. അല്പനിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺഫേം ചെയ്തത്. അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയ വിഷയങ്ങളാണ് മുന്നിൽ കിടക്കുന്നത്. പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമോ, ഉറപ്പില്ലാത്ത ഈ ഗസയിലെ വെടിനിർത്തൽ കരാർ, ഇതെല്ലാം അദ്ദേഹം നേരിടേണ്ട വിഷയമാണ്. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ആന്റണി ബ്ലിങ്കന് പകരമാണ് മാർക്കോ റൂബിയോ എത്തുന്നത്. അല്പസമയം മുമ്പാണ് ഈ പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഇത് മാത്രമല്ല, ട്രംപ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ തന്നെ വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റ് പുതിയ രൂപത്തിൽ വന്നു. അമേരിക്ക ഈസ് ബാക്ക് എന്ന് പറഞ്ഞ ഒരു വലിയ ട്രംപിന്റെ ചിത്രവുമായിട്ടാണ് ഈ വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റ് പുതിയ രീതിയിൽ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ട്രംപ് മുൻഗണന കൊടുക്കുന്ന വിഷയങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാപിറ്റോൾ ഹിൽ കലാപത്തിൽ പങ്കെടുത്തവർക്ക് പൊതുമാപ്പ് നൽകുന്നത് സംബന്ധിച്ച് ഉറപ്പും അദ്ദേഹം തന്റെ അനുയായികൾക്ക് നൽകിയിട്ടുണ്ട്. മുൻ ഭരണകൂടത്തിന്റെ, അതായത് ജോ ബൈഡന്റെ ഏതാണ്ട് 80 എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പിൻവലിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിലും ഡൊണാൾഡ് ട്രംപ് ഒപ്പിടും. ഇത് മാത്രമല്ല, സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയും വരുന്നുണ്ട്. ഇമിഗ്രേഷൻ കോഡ് സിസ്റ്റത്തിന്റെ തലവനെ അദ്ദേഹം ഫയർ ചെയ്തു. അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരെയും ഫയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ഉത്തരവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളവിടെ തണുത്ത കാറ്റൊക്കെ ഏറ്റ് നടക്കുവാണെന്നറിയാം. പക്ഷേ ഇവിടെ കൊടുങ്കാറ്റിന്റെ വേഗതയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അവിടെ കൊടും ശൈത്യമാണ്. പക്ഷെ ആ ശൈത്യത്തിനിടയിലും നല്ല ചൂടേറിയ ഓരോ പ്രഖ്യാപനങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാകും എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരുന്ന ലോകത്തിന് മറുപടിയാണ് ഈ പ്രഖ്യാപനങ്ങൾ.